ഹലോ ഡിയേഴ്സ്, ഒരുപാട് പേര് ഇത്തവണ +2 സയൻസിൽ ഫെയിലായിരിക്കുന്നത് കെമിസ്ട്രിയിലാണ്. എന്തുകൊണ്ടാണ് കെമിസ്ട്രിയിൽ ഫെയിലായി എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ പറയാ +2 ഫിസിക്സ് ആണ് അതിനകത്ത് ടഫ് എന്നാണ്. കാരണം അതിനകത്ത് ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് +2 ഫിസിക്സ് ആണെന്നാണ് ഞാൻ പറയുക എൻ്റെ അഭിപ്രായത്തിൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പക്ഷെ എന്തുകൊണ്ടാണ് ഒരുപാട് പേര് കെമിസ്ട്രിയിൽ ഫെയിലായത്? അതിൻ്റെ ഒരു റീസൺ ഞാൻ പറയാം. അതിനകത്ത് കഴിഞ്ഞ പബ്ലിക് എക്സാം ടഫായിരുന്നു, പക്ഷേ അത് കഴിഞ്ഞിട്ട് സേ എക്സാം ഉണ്ടായിരുന്നല്ലോ. സേ എക്സാമിൽ നമ്മുടെ ബാച്ചിലെ റിസൾട്ട് നിങ്ങൾക്ക് കാണാം. കെമിസ്ട്രി അത്ര ഇവർക്കെല്ലാം കണ്ടോ 6 മാർക്കായിരുന്നു പബ്ലിക് എക്സാമിൽ ഇവർ ഫെയിലായി വന്നത്. പക്ഷേ സേ എക്സാമിൽ കണ്ടോ 32 മാർക്ക്. കുറഞ്ഞ സമയത്ത് ആ ഒരു പഠനം കൊണ്ട് തന്നെ 32 എത്തി. അതുപോലെ നമ്മുടെ റിസൾട്ടുകൾ, ഈ കെമിസ്ട്രിയുടെ റിസൾട്ട് മാത്രം ഞാൻ കാണിക്കാം. 5.24 ആയ കേസ് 6.27, 6 മാർക്കുമായിട്ട് ഫെയിലായി വന്നിട്ട് 27 മാർക്ക് വാങ്ങിച്ചു. 9.31 എത്തി ബി ഗ്രേഡിലോട്ട് കണ്ടോ. 10.28 ബി ഗ്രേഡിലോട്ട് വന്നു. 14.32 ബി ഗ്രേഡിലോട്ട് വന്നു. 17.30 ബി ഗ്രേഡിലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രമല്ല, നമ്മൾ അവരെ കെമിസ്ട്രി ആ രീതിയിലാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വലിയ ടഫുള്ള സബ്ജക്റ്റ് അല്ല ആക്ച്വലി. പക്ഷെ എന്തുകൊണ്ടാണ് ഫെയിൽ ആവുന്നത് എന്നുള്ളതാണ് ആ ഒരു ചോദ്യമായിട്ട് അവിടെ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സേ ബാച്ചിലെ റിസൾട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അതിനകത്ത് നല്ല റിസൾട്ടാണ് കെമിസ്ട്രിയിൽ നമുക്ക് കിട്ടിയത്. മനസ്സിലാക്കി നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് പഠിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് 77 36 70 70 45 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാരണം നമ്മുടെ ബാച്ചിൽ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ടായി. പക്ഷേ നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ആവുകയാണെങ്കിൽ നമ്മൾ ഓഫറിൽ അതിനകത്ത് ക്ലാസ്സുകളൊന്നും മിസ്സാവില്ല, എല്ലാ ക്ലാസ്സുകളും നമ്മൾ എടുത്തു തരും. അപ്പോൾ +2 കെമിസ്ട്രിയുടെ നമ്മുടെ റിസൾട്ട് കണ്ടല്ലോ. അപ്പോൾ നിങ്ങളെ അതിനകത്ത് മനസ്സിലാക്കുക, +2 കെമിസ്ട്രി ബുദ്ധിമുട്ടല്ല, അത് എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് എന്ന് തന്നെയാണ് ഞാൻ പറയുക. ബയോളജി പോലെ പഠിക്കാവുന്ന ഓർഗാനിക് ഭാഗങ്ങളൊക്കെ അതിനകത്തുണ്ട്. നിങ്ങൾ അതൊക്കെ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനകത്ത് ബുദ്ധിമുട്ടാവുന്നത്. ആദ്യത്തെ ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗങ്ങളിൽ ന്യൂമറിക്കൽസ് ഒക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ഭാഗങ്ങൾ സ്കിപ്പ് ആക്കരുത്. ഓർഗാനിക്കൊക്കെ അടിപൊളിയായിട്ട് കോഡാക്കിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ റിസൾട്ട് വന്നതും. അപ്പോൾ +2 കെമിസ്ട്രിയിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് +2 കെമിസ്ട്രിയിൽ ഒരുപാട് പേര് അതിനകത്ത് ഫെയിൽ ആവുന്നത്? നിങ്ങൾക്ക് +2 ഫിസിക്സ് ആണോ ബുദ്ധിമുട്ട്, അതോ +2 കെമിസ്ട്രി ആണോ? കാരണം +2 ഫിസിക്സ് പാസ്സായവർ പോലും +2 കെമിസ്ട്രി ഫെയിൽ ആയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ ഒക്കെ അതിനകത്ത് ഏതെങ്കിലും സയൻസ് സബ്ജക്റ്റിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ്, നമ്മുടെ റിസൾട്ടുകളൊക്കെ അവർക്ക് ഷെയർ ചെയ്യുക. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.